ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നല്ല മഴയാണ്. അപ്പോൾ നമ്മളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബക്കാടി, ആൽക്കഹോൾ ശരീരത്തിന് കേടാണ്, അത് ഉപയോഗിക്കരുത് കേട്ടോ. ആവശ്യമുള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മിക്സിംഗ് ആണ് ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. നിങ്ങളത് നോക്കുക കേട്ടോ. കറിവേപ്പില നമ്മൾ കുറച്ചും കൂടി ഇടണം. അതിപ്പോൾ നമുക്ക് ഇടാൻ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. കറിവേപ്പിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. കറിവേപ്പില ഇടാം, നന്നായിട്ട് തന്നെ കറിവേപ്പില ഇടണം. ഓക്കെ, എന്ന് വെച്ചാൽ ചിക്കൻ ഇടാണ് കേട്ടോ. ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടൊരു മിക്സിംഗ് ഉണ്ട്. ഈ മിക്സിങ്ങിലാണ് ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യങ്ങൾ ഇരിക്കുന്നത്. മിക്സിങ് കറക്റ്റായിട്ട് ഉണ്ടാവണം എപ്പോഴും. ഇതുപോലെ കണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞ് മിക്സ് ചെയ്യണം. എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പരിപാടി ചെയ്യാനാണ് ബുദ്ധിമുട്ട് എല്ലാവർക്കും. അത് നമ്മൾ മടി വിചാരിക്കേണ്ട. അത് എങ്ങനെയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ട. കാരണം ഇപ്പം അങ്ങോട്ട് പിടിക്കണം. ഇത് നമ്മുടെ ഡോക്ടർക്ക് വേണ്ടിയിട്ട് ചെയ്യണത് കേട്ടോ. അത് KFC വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാനത് വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കോഴിയുടെ കാല് കണ്ട, നല്ല കാല് നോക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഉഷാറായിട്ടാണ് മിക്സ് ചെയ്യണം. മിക്സിങ് കഴിഞ്ഞു. ഇനി ഇവനെ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും. അടിപൊളിയായിട്ട്. ഓക്കെ, ഇവിടെ ചിക്കൻ അടുപ്പത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ വെളിച്ചെണ്ണ, നല്ല തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്, മറ്റേ ബ്രാൻഡ് കുപ്പിയൊന്നും അല്ല കേട്ടോ. തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ. കറിവേപ്പില അത്യാവശ്യം നമ്മൾ നല്ല കറിവേപ്പിലോട് ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. കറിവേപ്പില ശരിക്കും നന്നായിട്ട് തന്നെ അത് കറിവേപ്പില മുരിയണം. നന്നായിട്ട് നല്ല പോലെ കറിവേപ്പിലാണ് മുരിയും. അത് തന്നെ ഉഷാറായിട്ട് കറിവേപ്പില മുരിഞ്ഞ് കഴിയുമ്പോൾ ആണ് നമ്മൾ ഇത് ചേർക്കുന്നത്. നമ്മളിത് കപ്പ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ കറിവേപ്പിലയും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുക. ഉഷാറായിട്ട് വേവിക്കുക. ഇത് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇത് ആവശ്യമുണ്ട് നമുക്ക്. നല്ല അടിപൊളി കപ്പ. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഡോക്ടറുടെ കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ റെഡിയായി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാപ്പിയെ മാത്രം നോക്കിയാൽ പറ്റില്ലോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷം, അതാണ് ഇത് കൊടുത്ത് ഹാപ്പിയാക്കുക വീട്ടുകാരെയൊക്കെ. കുറേ സമയമൊക്കെ വീട്ടുകാരൊപ്പം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നില്ല, ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഒരുമിച്ചാക്കണത് ചിക്കൻ ഒരുമിച്ചേക്കണ്ടേ? അത് കേട്ടോ. പൈക്കൂടെ വെള്ളം വരുന്ന പെട്ടെന്ന് ശരിയാക്കൂ. ഇത് എങ്ങനെയുണ്ട് കറി? ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയും. സത്യം. സത്യമായിട്ടോ?
അടിപൊളി. വെളിച്ചെണ്ണയുടെ നല്ല മണമുണ്ട്. വെളിച്ചെണ്ണ നല്ല മണമുണ്ട്. ഇനി KFC കഴിക്കണമെന്ന് പറയാ. KFC കഴിക്കണോ? KFC കഴിക്കണോ? KFC അത്രയും ടേസ്റ്റ് ഇല്ലേ? അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാ. KFC ഇനിയും കഴിക്കണ? KFC ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോ നാളെ? എന്നാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരും. നാളെ ഫ്രൈഡ് റൈസ്. ഓക്കെ, നാളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് നോക്കാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ മഴക്കാലം വരുമ്പോൾ നമുക്ക് ഫുള്ള് ഫുഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഫുഡ് നമുക്ക് അടിപൊളിയായില്ലേ? സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ നന്നായിട്ട്? അപ്പോൾ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള മീൻ കറികൾ ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് മീൻ കറിയൊക്കെ, മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കാം. പ്രോൺസ് വേണം. എന്നാ പിന്നെ പ്രോൺസ് ഉണ്ടാക്കാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഗംഭീര ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിതിന് ആകെ വേണ്ടത് രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്താം, കുറച്ച് ചിക്കൻ വാങ്ങിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്കറിയുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സന്തോഷം സമാധാനം കിട്ടും. പിന്നെ നല്ല മഴയത്ത് ഇങ്ങനെ ഇരുന്ന് ഒരു ചിക്കൻ വറുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും പറയണില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കണേക്കാളും വളരെ നല്ലതാണ് വീട്ടിൽ വന്നിരുന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞ് നമുക്ക് വലിയ ശീലമൊന്നുമില്ല, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ, കുറച്ച് വെറൈറ്റി വീഡിയോകൾ ഇറക്കാനുണ്ട്. അത് നമുക്കിത് ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല നല്ല കുറേ വീഡിയോകൾ, നമ്മളിങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പുതിയ സാധനങ്ങൾ കിട്ടും. അതെല്ലാം നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ നമുക്ക് വേറെ കുറച്ച് ഫുഡായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.